ഈ കാണുന്നതാണ് സെറാമി മൊണാസ്ട്രി. ഇത് കർണാടകയിലെ ബൈലക്കുപ്പയിലുള്ള ഒരു ടിബറ്റൻ ബുദ്ധിസ്റ്റ് മൊണാസ്ട്രിയാണ്. കൂർഗ് കാണാൻ വരുന്നവരെല്ലാവരും അവിടുത്തെ ഫേമസ് ആയ ഗോൾഡൻ ടെമ്പിൾ കണ്ട് തിരിച്ചു പോകാണ് പതിവ്. പക്ഷേ അവിടെ നിന്നും വെറും ഒരു 5 കിലോമീറ്റർ മാറി സ്ഥിതി ചെയ്യുന്നൊരു മൊണാസ്ട്രിയാണ് ഈ സെറ മൊണാസ്ട്രി. ഞങ്ങൾ വളരെ അവിചാരിതമായിട്ടാണ് അവിടെ ചെന്ന് പെട്ടത്. അത് കണ്ടു കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് ഇത് ഗോൾഡൻ ടെമ്പിളിനെക്കാട്ടും ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. കൂർഗിലേക്കുള്ള 2 ദിവസത്തെ ട്രിപ്പാണ് ഈ വീഡിയോ. ഞങ്ങൾ തൃശ്ശൂരിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അവിടെ നിന്ന് കാലത്ത് തന്നെ ഒരു ചായ കുടിച്ചിട്ട് പോകാനാണ് തീരുമാനിച്ചത്. ഇവിടെ നിന്ന് ഞങ്ങൾ കോഴിക്കോട് തലശ്ശേരി വഴി പോയി ഇരിട്ടി കയറിയിട്ടാണ് കർണാടകയ്ക്ക് കിടക്കുന്നത്. ആദ്യത്തെ സ്റ്റോപ്പ് കോട്ടക്കലാണ്. അവിടെ ഒരു EV ചാർജിങ് സ്റ്റേഷൻ ഉള്ളതുകൊണ്ട് അവിടെ നിർത്തി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോകാൻ തീരുമാനിച്ചു. തൊട്ട് മുന്നിൽ തന്നെ ഒരു ഹോട്ടൽ കണ്ടു. അവിടെ ഞങ്ങൾ ഭക്ഷണം കഴിച്ചു. ഞങ്ങൾ 3 ഫാമിലി കൂടിയിട്ടാണ് പോകുന്നത്, 2 വണ്ടിയിൽ. ഒരു 4 ദിവസത്തെ കൂർഗ് ട്രിപ്പ്. തലശ്ശേരി എത്താറായപ്പോഴേക്കും പെട്ടു. ഇവിടെ NH66 പണി നടന്നുകൊണ്ടിരിക്കുന്ന കാരണം റോഡെല്ലാം കുഴിച്ചിട്ടേക്കണ്. ഞങ്ങൾ ഏതോ ഒരു ലെഫ്റ്റ് എടുക്കാൻ മറന്നുപോയി. പുളിങ്കുഴിയുടെ ഡ്രൈവിംഗ് സ്കില്ലുകൾ പുറത്തെടുത്തുകൊണ്ടിരിക്കുന്നു ഇവിടെ. You see that terrain? Yeah. With that terrain, you know what to do? Yeah, no, I don't know what to do. Let's go straight. ചെടിയാണല്ലോടെ. നൈസ് റോഡായി. ഇവിടെ നിന്ന് എന്തായാലും ലെഫ്റ്റ് പോകേണ്ടിയിരുന്നു, നമുക്ക് വേറെ വഴിയില്ലേ. അങ്ങനെ ഒരു വിധത്തിൽ ഞങ്ങൾ തലശ്ശേരി എത്തി. ഇവിടെ തലശ്ശേരിയിൽ ഡൗൺ ടൗൺ മാൾ എന്ന് പറഞ്ഞിട്ടൊരു മാളിനകത്ത് ചാർജിങ് കണ്ടു. അപ്പോൾ അവിടെ കയറി ചാർജ് ചെയ്യാനിട്ട് ഞങ്ങൾ ലഞ്ച് കഴിക്കാൻ തീരുമാനിച്ചു. ഈ വരുന്ന വഴിക്ക് ഞങ്ങൾ കോഴിക്കോട് ഹൈലൈറ്റ് മാളിൽ നിന്നും കുറച്ച് നേരം ചാർജ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് 3ാമത്തെ ചാർജിങ് ആണ്. ഇനി ഇവിടെ നിന്ന് എന്തെങ്കിലും കഴിച്ചിട്ട് വേണം ഇരിട്ടി പോകാൻ. ഞങ്ങളിപ്പോൾ ഇരിട്ടി വഴി കർണാടകയിലേക്ക് കടന്നു. ഒരു ഹൈ റേഞ്ച് ഏരിയ ആയിരുന്നു. വഴി എന്ന് പറഞ്ഞാൽ വളരെ മോശം വഴിയായിരുന്നു. ഒരു 20 കിലോമീറ്ററോളം വളരെ മോശം വഴിയായിരുന്നു. അവസാനം ഗോണിക്കൊപ്പ എത്താറായി. അപ്പം അതിന് മുന്നേ ഒരു ടാറ്റയുടെ ചാർജിങ് സ്റ്റേഷൻ ഉണ്ട്. പക്ഷെ അവിടെ വന്നപ്പോഴാണ് അറിഞ്ഞത് അവിടെ കറണ്ടില്ല, ചാർജ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ വന്ന സ്ഥിതിക്ക് ഞങ്ങളെന്തായാലും ഒരു ചായ കുടിക്കാൻ തീരുമാനിച്ചു. ഇവിടെ നിന്ന് കുഞ്ചൊരു ഇൻസ്റ്റാമാക്സിൻ്റെ ക്യാമറ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുട്ടികളെല്ലാം അതിൻ്റെ എക്സൈറ്റ്മെൻറ്റിലാണ്. അവർ ഫോട്ടോ എടുത്ത് കളിച്ചുകൊണ്ടിരിക്കുക. ഞങ്ങൾ ചായ കുടിച്ച് ഇറങ്ങിയതും ഇവിടേക്ക് പുതിയൊരു കസ്റ്റമർ വന്ന് ചായ കുടിക്കാൻ. സ്ഥിരം കസ്റ്റമറാണെന്നുണ്ട്. ആ ചേട്ടനായിട്ട് നല്ല പരിചയമുണ്ട്. അടുത്ത ചാർജിങ് സ്റ്റേഷൻ എത്തി. കുശാൽ നഗർ എത്താറായി. ഞങ്ങളുടെ അടുത്ത ഡെസ്റ്റിനേഷൻ കുശാൽ നഗർ ഗോൾഡൻ ടെമ്പിളാണ്. അപ്പോൾ അവിടേക്ക് ഇനി അധികം ദൂരമില്ല. ഇതിപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഒരു 4ാമത്തെ ചാർജിങ് ആണ്. പക്ഷേ ആക്ച്വലി ഇത്ര ചാർജ് ചെയ്യേണ്ട ആവശ്യമില്ല, 3 ചാർജൊക്കെ മാക്സിമം ആണ്. പക്ഷേ ഞാൻ റിസ്ക് എടുക്കാണ്ടിരിക്കാൻ വേണ്ടി എപ്പോഴും 30% റിസർവ് വയ്ക്കും. അപ്പം അതുകൊണ്ട് ആണ് ഇത്ര ചാർജിങ് വന്നത്. എന്തായാലും ഇവിടെ നിന്നും ഞങ്ങളൊരു ചായ കുടിക്കാൻ തീരുമാനിച്ചു. വൈകിട്ട് 6 മണി ആയപ്പോഴേക്കും ഞങ്ങൾ ഹോട്ടലിലെത്തി. ഇവിടെ ഞങ്ങൾ മുമ്പ് താമസിച്ചിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ഇത് നേരത്തെ മുൻകൂട്ടി ബുക്ക് ചെയ്തിട്ടാണ് വന്നത്. ഇതിവിടെ ടിബറ്റൻ സെറ്റിൽമെൻറ്റിൻ്റെ അടുത്ത് ഗോൾഡൻ ടെമ്പിളിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്. ഒരു 400 മീറ്ററുള്ളൂ. ഇത് നടത്തുന്നത് ഇവിടുത്തെ ടിബറ്റൻസ് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇവിടെ എടുത്തത്. വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ളൊരു റൂമാണ്. ഇവിടെ ദലൈലാമയുടെ ഒരു ഫോട്ടോ വെച്ചിട്ടുണ്ട്. അതിന് താഴെ കുറേ കൂൾ ഡ്രിങ്ക്സും.
ഇത് ഇവരുടെ ഒരു പ്രത്യേകതയാണ്. ഇവർ കൂൾ ഡ്രിങ്ക്സൊക്കെയാണ് ദൈവത്തിന് മുന്നിൽ കാണിക്ക വയ്ക്കുക. റൂമുകളെല്ലാം നല്ല വൃത്തിയും നല്ല വെൽ മെയിൻറ്റെയിൻഡുമാണ്. AC റൂമിന് ഞങ്ങളുടെ നിന്ന് 2200 രൂപയാണ് മേടിച്ചത്. ഞങ്ങളെല്ലാവരും കുറച്ച് നേരം റെസ്റ്റ് എടുത്ത് പിന്നെ കുളിയും കഴിഞ്ഞ് രാത്രി ഭക്ഷണം കഴിക്കാനായിട്ട് ഇറങ്ങാൻ നിൽക്കുകയാണ്. അപ്പോൾ ഇന്ന് ഇവിടുത്തെ ടിബറ്റൻ ഫുഡ് എക്സ്പ്ലോർ ചെയ്യണമെന്നാണ് ആഗ്രഹം. ഇപ്പോൾ രാത്രി ഗോൾഡൻ ടെമ്പിളിൻ്റെ മുന്നിൽ കുറച്ച് റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. അപ്പോൾ അവിടെ ഇങ്ങനെ തേരാപ്പാര നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഏത് റെസ്റ്റോറൻറ്റിൽ നിന്നാണോ കൂടുതൽ ടിബറ്റൻസ് കഴിക്കുന്നത് അവിടെ കയറി കഴിക്കാനാണ് ഞങ്ങളുടെ പ്ലാൻ. ഇപ്പോൾ ഒരു റെസ്റ്റോറൻറ്റിൽ നിന്ന് കുറേ ടിബറ്റൻസ് ഇറങ്ങി പോകുന്നുണ്ട്, കുറേ മോങ്സ്. അപ്പോൾ എന്തായാലും ഞങ്ങൾ അവസാനം അവിടെ കയറാൻ തീരുമാനിച്ചു. ഈ ഭാഗത്തെ ഏറ്റവും വലിയ ഹോട്ടലും അത് തന്നെയാണ്. ഇവിടെ റൂഫ് ടോപ്പ് ഡൈനിങ് ഉണ്ട്. എല്ലായിടത്തും പ്രയർ ഫ്ലാഗൊക്കെ കെട്ടി അലങ്കരിച്ചിട്ടുണ്ട്. ചിക്കൻ നോർമൽ നൂഡിൽസ് അവള് കഴിക്കില്ല മീനാക്ഷി. ചിക്കൻ നോർമൽ ठीक है हो गया. पीने के लिए रोटी चाय रोटी പറഞ്ഞോ रोटी नान ഒരു നാൻ പറഞ്ഞില്ലേ പിന്നെ ചോറ് തന്തൂർ റൊട്ടിയാ ഫ്രൈഡ് റൈസ് ഉണ്ട്. ഞാൻ തുപ്പ പറഞ്ഞു ഒരു പ്ലെയിൻ ഫ്രൈഡ് റൈസ് ഉണ്ട്, ഒരു ശേഷം ഫ്രൈഡ് റൈസ് ഉണ്ട്. ഒരു നാൻ പറഞ്ഞെടുക്കാം. മൊത്തം അടി നടന്നുകൊണ്ടിരിക്കുന്നത്. പോയി ഹോട്ടൽ മൊത്തം കണ്ടു. ഞാനാ നെയ്യ് ഒക്കെ പത്താ കിടക്കാത്ത ഇത്രയും കഷ്ടപ്പെട്ടത് വെറുതെ. ഫുള്ള് കോമഡി ആയിരുന്നു. ഞങ്ങൾ ഓർഡർ ചെയ്ത് ഒന്നും കിട്ടിയില്ല. അവസാനം നാട്ടിൽ കിട്ടുന്ന ചിക്കൻ ഫ്രൈഡ് റൈസും കഴിച്ച് പോരേണ്ടി വന്നു. ഇവിടെയൊക്കെ വളരെ പെട്ടെന്ന് ഹോട്ടലുകളൊക്കെ അടയ്ക്കും. ഒരു 9 മണിയാകുമ്പോഴേക്കും എല്ലാ ഹോട്ടലുകളും അടയ്ക്കും. അതുകൊണ്ട് ഞങ്ങൾക്ക് വൈകിപ്പോയി. രണ്ടാമത്തെ ദിവസം കാലത്ത് റൂമിൽ നിന്നുള്ള വ്യൂ ആണ്. പ്രത്യേകിച്ചൊന്നും കാണാനില്ല, പക്ഷേ അങ്ങ് ദൂരെ ആ കാണുന്നതാണ് ഗോൾഡൻ ടെമ്പിൾ. ഇന്ന് അവിടെയാണ് ഞങ്ങളുടെ വിസിറ്റ്. ഞങ്ങൾ കാലത്ത് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ അവിടേക്ക് പോയി. ഇന്നലത്തെ വിഷമം മാറ്റാൻ വേണ്ടിയിട്ട് ഒരു ടിബറ്റൻ റെസ്റ്റോറൻറ്റിൽ തന്നെ കയറിയത് ടിബറ്റൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ. പക്ഷെ ഇവിടെ ചെന്നപ്പോൾ അതിലും വലിയ കോമഡി. ഇവിടുത്തെ മെനു ഇഡ്ഡലി, മസാല ദോശ, പൂരി. അവസാനം ഞങ്ങൾ പൂരി കഴിച്ച് അഡ്ജസ്റ്റ് ചെയ്തു. പക്ഷെ നല്ല പൂരിയായിരുന്നു, നല്ല അടിപൊളി ടേസ്റ്റുള്ള പൂരിയായിരുന്നു. ഈ കാണുന്നതാണ് കൂർഗിലെ ഗോൾഡൻ ടെമ്പിൾ എന്നറിയപ്പെടുന്ന നംഡ്രോലിംഗ് മൊണാസ്ട്രി. ടിബറ്റൻ ബുദ്ധമത സന്യാസിമാരുടെ ഹോസ്റ്റലുകളും പിന്നെ ഒരു 2-3 അമ്പലങ്ങളും പ്രെയർ ഹാളും ഒക്കെയുള്ളൊരു കോമ്പൗണ്ടാണ് ഈ ഗോൾഡൻ ടെമ്പിൾ. ഇതാണ് മെയിൻ ടെമ്പിൾ. ഇതിൽ നടുക്കിരിക്കുന്നതാണ് ബുദ്ധ സഖ്യാമുനി. ഇടതുവശത്തിരിക്കുന്നത് ഗുരു പത്മസംഭവ, വലതുവശത്തിരിക്കുന്നത് ബുദ്ധ അമിത്യായുസ്. പഴയ ബുദ്ധിസ്റ്റ് സ്ക്രിപ്റ്റേഴ്സിലുള്ള കഥകളെല്ലാം ഈ ടെമ്പിളിൻ്റെ ചുവരുകളിൽ നല്ല കളർഫുള്ളായി വരച്ചിട്ടുണ്ട്. അത് കാണാൻ നല്ല ഭംഗിയാണ്. പക്ഷെ എല്ലാവർക്കും ഒരു ക്രൂര ഭാവമാണ്. കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ കുറച്ച് നേരം റെസ്റ്റ് എടുത്തു. ഇനി ഇവിടെ ചിലപ്പോൾ പ്രെയർ നടക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇപ്പോൾ ടിബറ്റൻ ബുദ്ധ സന്യാസിമാർ എല്ലാവരും വരിവരായിട്ടിരുന്ന് മന്ത്രോച്ചാരണങ്ങളൊക്കെ ചെയ്യും. അപ്പോൾ അത് കാണാൻ നല്ല രസമാണ്. അപ്പോൾ അത് ഞങ്ങൾ കുറച്ച് നേരം അത് കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നു. പക്ഷെ കാണാതായപ്പോൾ ഞങ്ങൾ എന്തായാലും അവിടെ നിന്ന് ഇറങ്ങി. മെയിൻ ടെമ്പിൾ കണ്ട് ഞങ്ങൾ ഇറങ്ങി തൊട്ടടുത്ത് വേറെ ടെമ്പിളിലേക്ക് നടന്നു. ഇവിടെ കണ്ടൊരു കാഴ്ചയാണ്, ഒരു ബുദ്ധ സന്യാസി ഒരു മതിലിൽ കൈവച്ച് പ്രാർത്ഥിക്കുന്നു. പക്ഷെ അതൊരു സാധാ ബിൽഡിംഗ് ആണ്. എന്താണാവും, മെയിൻ അമ്പലം തൊട്ടപ്പുറത്താണ്. ഈ സൈഡിലൊരു ടെമ്പിളുണ്ട്. ഇത് താര ടെമ്പിൾ എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്.
പക്ഷെ അവിടെ കടത്തി വിടുന്നില്ല. അവിടെ എന്തോ പ്രയർ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതാണ് 3ാമത്തെ ടെമ്പിൾ. ഇതിനകത്തും പ്രയർ നടക്കുന്നുണ്ട്. ഇതിനകത്ത് കയറി നോക്കാം. പക്ഷേ ഈ ടെമ്പിളിൻ്റെ പേര് എനിക്ക് വായിക്കാൻ കിട്ടിയില്ല. ഇത് കയറുമ്പോൾ തന്നെ ഒരു നല്ല ഭംഗിയുള്ളൊരു സ്തൂപം ഗോൾഡൻ കളറിൽ പെയിൻ്റൊക്കെ അടിച്ച് വെച്ചിട്ടുണ്ട്. ഒരു സൈഡിൽ കുറേ കുട്ടികളിരുന്ന് എന്തൊക്കെ ഇൻസ്ട്രുമെൻറ്റ്സ് വായിക്കുന്നുണ്ട്. ഒരുപാട് കൊത്തുപണികളൊക്കെ ഉള്ളൊരു സ്തൂപമാണ്. മരത്തിൻ്റെയും ഗോൾഡനാന്ന് തോന്നുന്നുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാൻ. നിറയെ കളർഫുള്ളായിട്ടുള്ള ആർട്ട് വർക്കും. അപ്പുറത്തെ സൈഡിൽ കുറേ പേരിന്ന് മന്ത്രങ്ങൾ വായിക്കുന്നുണ്ട്, കുട്ടികൾ തന്നെ. ഇവരൊക്കെ സ്റ്റുഡൻസാണെന്ന് തോന്നുന്നുണ്ട്. ഇടയ്ക്കിട്ട് ഓരോ പൂജ ചെയ്യലും നടക്കുന്നുണ്ട്. ഇവർ ഈ പൂജ ചെയ്ത വസ്തുക്കളൊക്കെ ഒരു സ്ഥലത്ത് കൊണ്ട് കത്തിക്കും. അതുപോലെ തന്നെ കുറച്ച് സുഗന്ധദ്രവ്യങ്ങളും അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഇട്ടിട്ടാണ് കത്തിക്കുന്നത്. ഇവിടെ ടിബറ്റിലുള്ള ഇവരുടെ മൊണാസ്ട്രിയുടെ ഒരു മിനിയേച്ചർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്തോ പാല്യൂൾ ഡൈനാസ്റ്റി അങ്ങനെ എന്തോ ഒരു ലീനേജിൻ്റെ കീഴിൽ വരുന്ന ബുദ്ധിസമാണ് ഇവരുടെ ബുദ്ധിസം. അപ്പോൾ ഇവിടെയുള്ള എല്ലാ ടിബറ്റൻ സെറ്റിൽമെൻറ്റുള്ള ആളുകളുടെയും ആഗ്രഹം എന്തെങ്കിലും ഒരു ദിവസം തിരിച്ച് ടിബറ്റിൽ പോകണമെന്നാണ്. ഒരു ദിവസം ചൈനയിൽ നിന്ന് ടിബറ്റ് സ്വതന്ത്രമാകും, അവിടേക്ക് തിരിച്ചു ചെല്ലണമെന്നാണ് ഇവരെല്ലാം ആഗ്രഹം. ഇവിടെ അതിൻ്റെ ഒരു ഹിസ്റ്ററി എഴുതി വെച്ചിട്ടുണ്ട്, ദ റിപ്ലിക്ക ഓഫ് പാല്യൂൾ മൊണാസ്ട്രി. ഇതിൽ ഇതുവരെയുള്ള മോങ്സിൻ്റെ ഒക്കെ പേര് എഴുതി വെച്ചിട്ടുണ്ട്, മോങ് ഹെഡിൻ്റെ. ഇപ്പോൾ ഉള്ള ഹെഡ് മിന്യൂർ ഡെങ്ചൻ ഗർവാങ് സില്യോൺ ഡോർജെ റിംബോച്ചെ ആണ്. ഈ പെമാ നെർബ് റിംബോച്ചെ എന്ന് പറയുക ഇപ്പോൾ നിലവിലുള്ള ഹെഡ്. ഒരു പേര് വായിക്കാൻ കുറച്ച് കഷ്ടപ്പെടും. ഈ ഗോൾഡൻ ടെമ്പിളിനകത്ത് തന്നെ ഒരുപാട് ഷോപ്സ് ഉണ്ട്. അപ്പോൾ അവിടെ കയറി ഇപ്പോൾ കണ്ട ഒരു കപ്പാണ്. ചായയും കാപ്പി കുടിക്കാൻ പറ്റുന്ന കപ്പാന്ന് തോന്നുന്നുണ്ട്, പക്ഷെ കണ്ടിട്ട് കൊള്ളാം. മെയ്ഡ് ഓഫ് കോഫി ഹസ്ക്, പിന്നെ 100% റീസൈക്കിളബിളാണ്, ഫുഡ് സേഫ് ആണെന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഇതേപോലത്തെ പലതരം കപ്പുകളുണ്ട്, പല മോഡലിൽ. കപ്പ് മാത്രമല്ല, സ്ഥിരം ടൂറിസ്റ്റ് പ്ലേസിൽ കണ്ടുവരുന്ന എല്ലാ സംഭവങ്ങളും ഇവിടെ ഉണ്ട്. അതേപോലെ തന്നെ നല്ല ഭംഗിയുള്ള ഒരു ചൈനീസ് ടീപോട്ടും കണ്ടു, മഞ്ഞ കളറിൽ. മാധവൻ എന്താ കിട്ടിയ മാധവ? ഓട്ടോറിക്ഷ. കുഞ്ഞിക്കോ? തുറന്ന അടിപൊളി. ഷോപ്പിംഗ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു വെറൈറ്റി സംഭവം കണ്ടത്. കുറേ മോങ്സ് എന്തൊക്കെയോ കയ്യിൽ പിടിച്ച് വരി വരിയായിട്ട് നടന്നു പോകുന്നു. എന്തെങ്കിലും അവരുടെ ആചാരത്തിൻ്റെ ഭാഗമായിട്ടായിരിക്കും. പക്ഷെ ഒരുപാട് പേരുണ്ട്, അവരെല്ലാം നടന്ന് പുറത്തേക്കാണ് പോകണം. ഇങ്ങനൊരു സംഭവം ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. ഒരു പ്രത്യേകതരം രീതിയിലുള്ള ഹമ്മിങ് ആയിട്ടാണ് എല്ലാവരും നടന്നു പോകുന്നത്. മോങ്സിൽ ആണുങ്ങൾ മാത്രമല്ല സ്ത്രീകളുണ്ട്. ഇത്രയധികം ലേഡി മോങ്സ് ഇവിടെ ഉണ്ടെന്ന് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഒരുപാട് പേരുണ്ട്, ഇത് തീരുന്നില്ല വരിക.
ടൂറിസ്റ്റിൻ്റെ വരി കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ ലോക്കൽസാണ് പിന്നെ അവർ ഫോളോ ചെയ്യുന്നത്. എന്തെങ്കിലും സ്പെഷ്യൽ ഡേയോ അങ്ങനെയൊക്കെ ആയിരിക്കണം. ഇവിടെ മുമ്പ് വന്നപ്പോൾ ഞാൻ ഇങ്ങനൊരു സംഭവം കണ്ടിട്ടില്ലേ. ഈ കാണുന്നതാണ് സെറാമി മൊണാസ്ട്രി. വളരെ അപ്രതീക്ഷിതമായാണ് ഞങ്ങളിത് കണ്ടെത്തിയത്. ഗോൾഡൻ ടെമ്പിൾ കണ്ടു കഴിഞ്ഞ് പതുക്കെ ഞങ്ങൾ ഇവിടുത്തെ ടിബറ്റൻ സെറ്റിൽമെൻറ്റൊക്കെ കാണാൻ വേണ്ടി വണ്ടി എടുത്ത് ഇറങ്ങിയതാണ്. അപ്പോഴാണ് മനസ്സിലായത് ഇവിടെ ഇങ്ങനെ ഗോൾഡൻ ടെമ്പിൾ മാത്രമല്ല അതുപോലത്തെ ഒരുപാട് മൊണാസ്ട്രികളും യൂണിവേഴ്സിറ്റി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടെന്ന്. ഈ ഒരു ഏരിയയിൽ കൂടുതലും സ്കൂള്, കോളേജ്, അതുപോലെ തന്നെ ഡിബേറ്റ് ഹാള് അതൊക്കെയാണ് ഉള്ളത്. അതുപോലെ തന്നെ ഒരു മെയിനായിട്ടൊരു ടെമ്പിളും ഉണ്ട്, പ്രാർത്ഥന നടക്കുന്നൊരു അമ്പലം. ഞങ്ങൾ കുറച്ച് നേരം ഇവിടെ ഇരുന്നു. ഇനിയിപ്പോൾ 2 മണിക്ക് തുറക്കുള്ളൂ, 12 മണി ആയിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും ഭക്ഷണം കഴിച്ചിട്ട് ഇങ്ങോട്ട് തന്നെ വരാൻ തീരുമാനിച്ചു. അതൊരു ഇതിനകത്തോടെ ഞാൻ ജനലിലൂടെ നോക്കിയപ്പോഴാണ് അതിൻ്റെ ഒരു ഭംഗി കണ്ടത്. ക്ലോസ്ഡ് ആണ്, 2 മണിക്ക് തുറക്കുന്ന ഒരാളൊന്ന് പറഞ്ഞു. അപ്പോൾ ഇതെന്തായാലും കാണാതെ പോകുന്നത് ശരിയല്ല. എന്തായാലും ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് വീണ്ടും വന്ന് കാണുന്നതായിരിക്കും. ചൈനീസ് വിദ്യാഭ്യാസം സ്വായത്തമാക്കുന്ന യുവാക്കളല്ല, അത് മോശമായിപ്പോയി, വളരെ മോശമായിപ്പോയി. അത് ലെറ്റർ ബേസ്ഡ് അല്ല, അത് ഒരു പിക്ചർ ബേസ്ഡ് ആണ്. അവരുടെ പിക്ചർ നമുക്ക് ABCD പോലെ ലെറ്റർ വെച്ചിട്ട് എല്ലാവരും ഉണ്ടാവും വീട് ഉണ്ടാക്കണത്. ആ സ്റ്റാച്യൂനാണ് ആ ചിഹ്നം കണ്ട, ഒരാൾ സ്റ്റാച്യു നിൽക്കണ പോലെ. ഇതൊരാൾ ഡാൻസ് കളിക്കുന്ന പോലെ എനിക്ക് തോന്നുന്നു. എന്നാലും ചൈനീസ് നല്ല ഭംഗിയാണ്. ഇതൊക്കെ എങ്ങനെ എഴുതാനാണ് ഈശ്വര. ഞങ്ങൾ ലഞ്ച് കഴിച്ച് തിരിച്ചെത്തിയിട്ടും തുറന്നിട്ടില്ല ആ ടെമ്പിൾ. അപ്പോൾ അതിൻ്റെ തൊട്ടപ്പുറത്തൊരു ഹാള് കണ്ട്, അപ്പോൾ അവിടെ കയറിയതാണ്. ഇതൊരു ഡിബേറ്റ് ഹാളാണെന്ന് തോന്നുന്നുണ്ട്. ഒരുപാട് പേർക്ക് ഇരിക്കാനുള്ള സൗകര്യമുള്ളൊരു സ്ഥലമാണ്. ഒരു പുസ്തകം കണ്ടു. സർ മെയ് മൊണാസ്ട്രിയിലുള്ള പുസ്തകമാണ്. ഏതാ ഭാഷ എന്നറിയില്ല, ടിബറ്റൻ ഭാഷയായിരിക്കണം. വേറെ പ്രയറുകളായിരിക്കും ഇതൊക്കെ. കുറച്ച് നേരം ഞങ്ങളിവിടെ എല്ലാം കറങ്ങി നടന്നു. ഇത് വലിയൊരു കോമ്പൗണ്ടാണ്. അതിനകത്ത് തന്നെ എല്ലാവിധ സംവിധാനങ്ങളും ഉണ്ട്. ഹോസ്പിറ്റലുണ്ട്, യൂണിവേഴ്സിറ്റി ഉണ്ട്, കോളേജുണ്ട്, സ്കൂളുണ്ട്, അതുപോലെയുള്ള എല്ലാ സംഭവങ്ങളും. അതുപോലെ തന്നെ ഇവിടെ പൂജാ സാധനങ്ങളെല്ലാം കത്തിക്കാനായിട്ടൊരു സംഭവമുണ്ട്. അതിനകത്ത് പ്ലാസ്റ്റിക്കൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഒരു പ്രത്യേകതരം ചെടിയുടെ ഇലയാണ് അവർ മെയിനായിട്ട് ഉപയോഗിച്ചത് കത്തിക്കുന്നത്. ഇത് വളരെ വിശാലമായൊരു കോമ്പൗണ്ടാണ് കേട്ടോ. ഇത് ഗോൾഡൻ ടെമ്പിളിനെക്കാട്ടും നല്ല വലിപ്പമുണ്ട്, അതിനെക്കാട്ടും ഇരട്ടിയുണ്ട്, കാണാനും ഭംഗിയുണ്ട്. ഇത് ടിബറ്റിലൊക്കെ നമ്മൾ വന്ന് നിൽക്കണ പോലെ തോന്നും ഇവിടെ നിൽക്കുമ്പോൾ. കുറച്ച് മഞ്ഞുമലകളുടെ കുറവ് മാത്രമേ ഉള്ളൂ. എല്ലാ ബിൽഡിങ്ങിന് മുന്നിലും ഈ ഒരു ചിഹ്നം കാണാം. എനിക്ക് തോന്നുന്നത് ടിബറ്റിൻ്റെ ദേശീയ ചിഹ്നമാണെന്ന് തോന്നുന്നുണ്ട്. ഇവിടെ ഒരു നോട്ടീസ് ബോർഡിൽ കുറേ ആൾക്കാരുടെ ഫോട്ടോസൊക്കെ ID കാർഡൊക്കെ വെച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇവിടെ നിന്ന് പാസ്സായി പോയവരാണോ അതോ ഇവിടെ എന്തെങ്കിലും സർട്ടിഫിക്കറ്റ് മോങ്കാവാൻ വേണ്ടി പഠിക്കുന്നവരാണല്ലോ. അപ്പം അതിൻ്റെ വല്ല പാസ് ഔട്ടാണോ എന്ന് അറിയില്ല. കുറേ പേര് വെച്ചിട്ടുണ്ട്. കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ബൈ. അതിനകത്ത് സ്കൂളാണെന്നുണ്ട്. हाय नाना भाई, नाम क्या है? नाम क्या है आपका?
वापस आता है ना हाँ हाँ वापस आता है आता है उधर ओपन गेट बंद कर दिया हाँ 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 ओपन हब ओपन जम खुला खुला खुल कब उधर उधर गुरुजी ഊർജ്ജം അത് മനസ്സിലായില്ല ഞാൻ തുറക്കുന്നത് എപ്പോഴാന്ന് ചോദിച്ചാ എൻ്റെ ഹിന്ദി കേട്ടവർ പകച്ചുപോയി. ഇതുവരെ തുറന്നിട്ടില്ല കേട്ടോ. തുറക്കുന്നു നോക്കി വെയിറ്റ് ചെയ്തിരിക്കുക ഞങ്ങള്. തുറന്നു കുറെ നാളായി വെയിറ്റ് ചെയ്യും. ഓ അടിപൊളി. ഇത് ഗോൾഡൻ ടെമ്പിളിനെക്കാളും കാണാൻ ഭംഗിയുള്ളൊരു സ്ഥലം. നല്ല കളർഫുൾ. ഇതിനകത്ത് കയറുമ്പോൾ തന്നെ ഒരു പ്രത്യേക വേറെ ഏതോ ലോകത്തെത്തിയൊരു ഫീല്. വളരെ സ്നേഹമുള്ള മോങ്സ് ആയിരുന്നു കേട്ടോ. അവർ ഞങ്ങളോട് അതിനകത്ത് അകത്തൊക്കെ കയറി കണ്ടോളാൻ പറഞ്ഞു. ഞങ്ങളങ്ങോട്ട് അകത്തേക്ക് കയറാൻ പറ്റുമെന്ന് വിചാരിച്ചില്ല. ഇവിടെ നിറച്ച് ബുദ്ധന്മാരാണ്. ചെറിയ ചെറിയ ബുദ്ധന്മാർ ഒരുപാട് ഇങ്ങനെ ഗോൾഡൻ കളറൊക്കെ ചെയ്ത് വെച്ചേക്കാണ്. അത് ഓരോ ബുദ്ധനും ഓരോ പേരുണ്ട്. മെഡിസിൻ ബുദ്ധ, അങ്ങനെ 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 പല പല തരത്തിലുള്ള ബുദ്ധന്മാർ. ഒരുപാട് തരത്തിലുള്ള ബുദ്ധന്മാരുണ്ടെന്നുണ്ട്. എല്ലാം ഗോൾഡ് കളർ പ്ലേറ്റ് ചെയ്തിട്ട് കാണാൻ നല്ലൊരു ഭംഗിയാണ്. വേറെ ഏതൊരു ലോകത്തെത്തിയ പോലെയാണ്. അതുപോലെ തന്നെ ഇവിടെയും ഒരു 3 പ്രതിമകളാണ് മെയിനായിട്ടുള്ളത്. അവർക്കും ഇതേപോലെ തന്നെ മൂങ്ദാലും ഡ്യൂവൊക്കെയാണ് കാണിക്ക വെച്ചേക്കുന്നത്. ഇതാണ് ആ ബുദ്ധന്മാർ. ഇദ്ദേഹമാണ് ഞങ്ങൾക്കെല്ലാം പറഞ്ഞു തന്നത്. നോർത്ത് ഈസ്റ്റിൽ നിന്നുള്ള ആളാണ്. ഇവിടെ കൊല്ലങ്ങളായിട്ട് ഇവിടെ നിന്നാ താമസിച്ച് പഠിക്കുന്നത് ബുദ്ധിസം. അപ്പോൾ ആൾ വന്ന് ഞങ്ങൾക്കെല്ലാം പറഞ്ഞു തന്ന്. പേരൊന്നും ഞങ്ങൾക്ക് ഓർമ്മ കിട്ടില്ല, പക്ഷേ ആൾ ഒരു വിധത്തിൽ ഞങ്ങൾക്കെല്ലാം പറഞ്ഞു തന്നു. ഇവിടെയുള്ള ബുദ്ധൻ്റെ പ്രതിമകൾക്കൊക്കെ ഒരു വ്യത്യാസമുണ്ട്. എല്ലാവരും തലയിലൊരു മഞ്ഞ തൊപ്പി കാണുന്നുണ്ട്. അതെന്താണെന്ന് മനസ്സിലായില്ല. ഇത് ടിബറ്റിലുള്ള ഏതോ ഒരു ടെമ്പിളിൻ്റെ റിപ്ലിക്കാണ്. അതിവിടെ അവർ ഉണ്ടാക്കി വെച്ചേക്കുന്നതാണ്. ഇതിലും കുറേ ദേവി ദേവന്മാരുടെ ഫോട്ടോസും അതുപോലെ തന്നെ കൊത്തുപണികളൊക്കെ ഉണ്ട്. ഈ കാണുന്നത് ഒരു എഡിബിളായിട്ടുള്ളൊരു സംഭവമാണ്. ഇതെന്തോ അരിപ്പൊടി അങ്ങനെ എന്തോ ഒരു സംഭവം ഉണ്ടാക്കി ഉള്ള സംഭവമാണ്. ഒരു പ്രത്യേകതരം ആരാധനയാണെന്ന് തോന്നുന്നു. ഇവിടെ ബുദ്ധൻ സൈഡിലാണ് ഇരിക്കുന്നത്. എനിക്ക് തോന്നുന്നു അപ്പോൾ ആദ്യം ഇരിക്കുന്നത് പത്മസംഭവമായിരിക്കും. ഞങ്ങളങ്ങനെ അവിടെ എല്ലാം നടന്ന് കണ്ടു, കാഴ്ചകളെല്ലാം നടന്ന് കണ്ടു. ഇതേപോലത്തെ ഒരു കാഴ്ച ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുന്നു. നല്ല അടിപൊളി സെറ്റപ്പ് സ്ഥലം. പക്ഷേ ഇത് പ്രയർ നടക്കുന്നത് കാണാൻ പറ്റിയില്ല. കാരണം ഇപ്പോൾ പ്രയർ ഇല്ല, കാലത്തായിരുന്നു പ്രയർ. അതുകൊണ്ട് ഞങ്ങൾ എല്ലാം കണ്ട് ഈസിയായിട്ട് കാണാൻ പറ്റി. നിങ്ങളിനി കൂർഗ് വരുമ്പോൾ ഗോൾഡൻ ടെമ്പിൾ മാത്രം കണ്ടു പോകാതെ ഇവിടേക്കും കൂടി വരാവുന്നതാണ്. ഗോൾഡൻ ടെമ്പിളിൻ്റെ അവിടെ നിന്ന് ഒരു 5 കിലോമീറ്റർ ദൂരമുള്ളൂ. സെറാമൈ മൊണാസ്ട്രി എന്ന് അടിച്ചു കഴിഞ്ഞാൽ കിട്ടും. ഇവിടെ എല്ലാവരും നല്ല വെൽക്കമിങ് ആണ്. അവർ ഞങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് പറഞ്ഞു തന്നു. വന്നതിൽ സന്തോഷം എന്നൊക്കെ പറഞ്ഞു. സെറാമൈ മൊണാസ്ട്രി കണ്ട് ഞങ്ങൾ നേരെ പോയത് നിസർഗദമ്മ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ്. അപ്പോൾ അവിടെ ഒരു ബാംബു ഫോറസ്റ്റ് ഉണ്ട്, അത് കാണാനാണ് വന്നത്. ഇതൊരു ടൂറിസ്റ്റ് പ്ലേസാണ്. അതുകൊണ്ട് തന്നെ നല്ല തിരക്കും ഒരുപാട് ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടേക്ക് കിടക്കണമെങ്കിൽ ടിക്കറ്റ് എടുക്കണം. അഡൽട്ട്സിന് 60 രൂപ, കുട്ടികൾക്ക് 30 രൂപ. കയറി വരുമ്പോൾ തന്നെ ഒരു തൂക്കുപാലാണ് ഒരു പുഴ ക്രോസ് ചെയ്തിട്ട്. ആ പുഴയിൽ ഒരു മരം വീണെടുക്കുന്നുണ്ട്. കടപുഴകി വീണതൊന്നുമുണ്ട്.
ഇവിടെ ആരോ മരത്തുമ്മൊക്കെ ഒരു ആർട്ടൊക്കെ വരച്ചിട്ടുണ്ട്. നിറയെ മുളങ്കാടുകളാണ്. കുറേ മുളങ്കൂട്ടങ്ങൾ ഇങ്ങനെ മൊത്തം വ്യാപിച്ച് കിടക്കുന്നുണ്ട്. ഇവിടെ കർണാടകയിലെ പരമ്പരാഗതമായ ഒരു കുടവ ഡാൻസ് ഉണ്ട്. നമ്മുടെ നാട്ടിലെ കോൽക്കളി പോലെ തന്നെ ഇരിക്കും, പക്ഷേ ഇവരെ വേഷവിധാനം കണ്ടു കഴിഞ്ഞാൽ അത് ജഡ്ജിമാരുടെ വേഷം പോലെ ഉണ്ട്. ഈ ഒരു ഏരിയ മുഴുവൻ അവിടെ പരമ്പരാഗതമായ കുടവ പീപ്പിളിൻ്റെ ജീവിത രീതി മനസ്സിലാക്കി തരുന്ന കുറേ കാരിക്കേച്ചറുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നല്ല റിയലിസ്റ്റിക് ആയിട്ടാണ് അവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇതേതോ സ്ത്രീകൾ ഡാൻസ് കളിക്കുന്നൊരു, ഇവരുടെ വേഷവിധാനം വളരെ വ്യത്യസ്തമാണ്. സ്ത്രീകളുടെ സാരി ഉടുക്കുന്ന രീതിയും എല്ലാം. ബാംബു ഫോറസ്റ്റ് ഞങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ തുടങ്ങിയപ്പോഴേക്കും മഴ വന്നു. നല്ല ഇടി വെട്ടിയിട്ടാണ് മഴ പെയ്യുന്നത്. അപ്പോൾ മഴ തുടങ്ങിയപ്പോൾ ഞങ്ങളുടെ കുട അധികം ഇല്ല എല്ലാവരും കൂടി പോകാനായിട്ട്. അപ്പോൾ ഞങ്ങൾ എന്തായാലും ബാംബു ഫോറസ്റ്റ് നിർത്തി തിരിച്ച് കാറി പോകാൻ തീരുമാനിച്ചു. കാരണം ഈ മഴയത്ത് പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ കയറിയിരിക്കാൻ സ്ഥലം കുറവാണ്. പിന്നെ കുട്ടികളുള്ളതുകൊണ്ട് ഞങ്ങൾ തിരിച്ചു പോയി. ഇന്നത്തെ സ്റ്റേ എടുത്തേക്കുന്ന ഒരു കോഫി പ്ലാന്റേഷൻ്റെ അകത്താണ്. കുറച്ച് ഉള്ളിലേക്ക് ഒരു കാട് പോലത്തെ ഒരു ഏരിയ ആണ്. അങ്ങോട്ട് പോകുന്ന വഴിയിലാണ്. ഞങ്ങളൊരു ചായ കുടിക്കാൻ നിർത്തി. കർണാടകയിലെ ഉൾഗ്രാമം പ്രദേശങ്ങളാണ്. പോകുന്ന വഴിക്ക് നല്ല ഭംഗിയുള്ളൊരു തടാകം കണ്ടു. അപ്പോൾ കുറച്ച് നേരം ഞങ്ങളവിടെ നിർത്തി ഇറങ്ങി കുറേ ഫോട്ടോസൊക്കെ എടുത്തു. കുറച്ച് നേരം കാറ്റ് കൊണ്ടൊക്കെ ഇരുന്നു. കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലം, നല്ല പച്ചപ്പുള്ള തടാകം. പക്ഷെ അടുത്തൊന്നും വീടുകളും കാര്യങ്ങളൊന്നും കാണാനില്ല. ഏതോ റിസർവ് ഫോറസ്റ്റിൻ്റെ ഏരിയ പോലെയൊക്കെ തോന്നുന്നു. വന്യമൃഗങ്ങളൊന്നും ഇറങ്ങില്ല എന്ന് വിചാരിക്കാം. പക്ഷെ കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. സന്ധ്യ ആവാറായി. അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു കൂളിങ്ങും കാലാവസ്ഥയൊക്കെ നല്ല രസമുണ്ട് കാണാൻ. ഇതാണ് ഞങ്ങളെടുത്ത സ്റ്റേ. ഇത് ഓൺലൈൻ നോക്കി ബുക്ക് ചെയ്ത സ്റ്റേ ആണ്. 3 ഫാമിലിക്ക് താമസിക്കാൻ പറ്റുന്നൊരു സ്റ്റേ. പക്ഷേ ഇത് ഇത്ര കാടിനകത്തായിരിക്കും ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല. മാത്രമല്ല ചുറ്റുവട്ടത്തൊന്നും ഒരു വീടോ ഒന്നും കാണാനില്ല. ഒരു 3-4 കിലോമീറ്റർ ചുറ്റളവിൽ കട പോലും കാണാനില്ല. ഇവിടെ എത്തിയപ്പോഴാണ് ഞങ്ങൾക്ക് അതിൻ്റെ ഭീകരത മനസ്സിലായത്. അകത്തൊന്നും കുഴപ്പമില്ല, എല്ലാം നല്ല നീറ്റായിട്ടും പഴയ റൂമാണ്, എന്നാലും കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. പക്ഷെ പുറത്ത് ഭയങ്കര പേടി ഉണർത്തുന്ന കാടും. ശരിക്കും ഇപ്പോൾ സന്ധ്യ ആയിട്ടില്ല, പക്ഷെ അപ്പോഴും കൂരിട്ട് വന്നു. ഇപ്പോൾ വേറെ റൂം എടുക്കാനും പറ്റില്ല. ഞങ്ങളുടെ കാശും കൊടുത്തു പോയി. ഇപ്പം എന്തായാലും ഇവിടെ താമസിക്കുക തന്നെ രക്ഷയുള്ളൂ. ഇത് കാണുമ്പോൾ ഏകദേശം ഒരു ഭാർഗവി നിലയം ലുക്കൊക്കെ തോന്നുന്നുണ്ട്. പിന്നെ ചുറ്റും നിശബ്ദത, കുറേ ചീവീട് കിളിയൊക്കെ കരയുന്ന ശബ്ദം, ഇത് മാത്രമേ കേൾക്കാനുള്ളൂ. എന്തായാലും ഇവിടെ നിന്ന് സ്റ്റേ ചെയ്യാൻ തീരുമാനിച്ചു ഞങ്ങൾ. ഇന്ന് ട്രിപ്പിൻ്റെ ലാസ്റ്റ് ഡേ ആണ്. ഇന്നലത്തെ സ്റ്റേ ഒരു ഭീകര സ്റ്റേ ആയിരുന്നു, ഭയാനകമായ സ്റ്റേ ആയിരുന്നു. രാത്രി കറണ്ട് പോയി, അങ്ങനെയൊക്കെ സംഭവിച്ചു. ഇന്ന് ഞങ്ങൾ കാലത്തിന് എന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങി ഭക്ഷണം കഴിക്കാൻ വന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ്, ഇവിടെ ഒരു ലോക്കൽ കടയിൽ കയറി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ തീരുമാനിച്ചു. തിരിച്ച് ഞങ്ങൾ കുട്ട വഴി താമരശ്ശേരി ചുരം കടന്ന് ആണ് നാട്ടിൽ പോകുന്നത്. അപ്പോൾ ആ ഭാഗത്ത് കാഴ്ചകളൊക്കെ കണ്ട് പോകാമെന്ന് വെച്ചു. വയനാടൊക്കെ ഒന്ന് കറങ്ങിയിട്ട് പോകാമെന്ന് തീരുമാനിച്ചു. ഇവിടെ ഗോണിക്കൊപ്പയിൽ ഒരു ഹോട്ടലിലൊരു ചാർജിങ് ഉണ്ടായിരുന്നു. അപ്പോൾ വണ്ടി കുറച്ച് നേരം അവിടെ ചാർജ് ചെയ്യാൻ ഇട്ടു. എന്നിട്ട് ഞങ്ങൾ യാത്ര തുടങ്ങി.
ഞങ്ങൾ കുട്ട കഴിഞ്ഞ് നേരെ കേരളത്തിലോട്ട് കടന്നു. അപ്പോൾ കുട്ട കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യം തോൽപ്പെട്ടിയാണ് വയനാട്ടിലെ. അത് കഴിഞ്ഞ് തിരുനെല്ലി അമ്പലത്തിൻ്റെ ആ ജംഗ്ഷനിലെത്തുമ്പോൾ ഒരു ഉണ്ണിയപ്പ കടയുണ്ട്, കുട്ടേട്ടൻസ് ഉണ്ണിയപ്പം എന്ന് പറഞ്ഞിട്ട്. വളരെ ഫേമസ് ആണ്. അപ്പോൾ അവിടെ കയറിയിട്ട് ഞങ്ങളൊരു ഉണ്ണിയപ്പം കഴിക്കാൻ തീരുമാനിച്ചു. ഇവിടെ ഉണ്ണിയപ്പം മാത്രമല്ല ബ്രേക്ക്ഫാസ്റ്റും കിട്ടും. എനിക്ക് ഇവിടുത്തെ ഉണ്ണിയപ്പത്തേക്കാട്ടും കൂടുതൽ ഇഷ്ടം ഇവിടുത്തെ ഇഡ്ഡലിയും സാമ്പാറാണ്. അപ്പം എന്തായാലും അത് കഴിച്ചിട്ട് ഞങ്ങൾ പോകാൻ തീരുമാനിച്ചു. ഉണ്ണിയപ്പം കുഴപ്പമില്ല, നല്ല ടേസ്റ്റുള്ള ഉണ്ണിയപ്പമാണ്. പക്ഷെ അത് ചൂടോടുകൂടി കഴിക്കണം. ഒരു വട്ടം ഞങ്ങൾ ഇവിടെ നിന്ന് പാഴ്സൽ മേടിച്ച് കൊണ്ടുപോയിട്ട് തണുത്ത് കഴിഞ്ഞപ്പോൾ തിന്നാൻ ടേസ്റ്റ് ഉണ്ടായില്ല. അവിടെ നിന്ന് ഉണ്ണിയപ്പം കഴിച്ച് കുറച്ച് നേരം കഥ പറഞ്ഞിരുന്ന ഒരു ചായ കുടിച്ച് ഞങ്ങൾ നേരെ മാനന്തവാടിക്ക് വിട്ടു. അവിടെയായിരുന്നു അടുത്ത ചാർജിങ്. മാനന്തവാടി ടൗണിൽ തന്നെ ഒരു ഇവോക്കിൻ്റെ ചാർജ് സ്റ്റേഷൻ ഉണ്ടായിരുന്നു. ചാർജ് ചെയ്തിട്ട് കുറച്ച് നേരം ഇപ്പോൾ ഇവിടെ ഒന്നും ചെയ്യാനില്ലാത്തതുകൊണ്ട് ഇവിടെ തന്നെ ഇരുന്ന് കുറേ നേരം കത്തി വെച്ചിരുന്നു ഞങ്ങൾ. അവിടെ നിന്ന് ഞങ്ങൾ നേരെ വെച്ച് പിടിച്ചത് കോഴിക്കോട് ഹൈലൈറ്റ് മാളിലേക്കാണ്. അപ്പോൾ അവിടെ ചാർജിങ് ഉണ്ടായിരുന്നു. അവിടെ നിന്ന് ചാർജിങ് മാത്രമല്ല, ഞങ്ങൾ കുറച്ച് നേരം അവിടെ റെസ്റ്റൊക്കെ എടുത്ത് ബാത്റൂമിലൊക്കെ പോയി പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞിട്ടാണ് അവിടെ നിന്ന് പുറപ്പെട്ടത്. ഇനി വീട്ടിലെത്താൻ ഒരു ചാർജ് കൂടി ചെയ്യേണ്ടി വരും. അങ്ങനെ ഇപ്രാവശ്യത്തെ കൂർഗ് ട്രിപ്പ് ഇവിടെ തീരാണ്. ഈ ട്രിപ്പിലെ മെയിൻ ഹൈലൈറ്റ് ആ പുതിയ സെറാമൈ മൊണാസ്ട്രി തന്നെയായിരുന്നു. ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാതെ പോയി കണ്ടൊരു മൊണാസ്ട്രിയാണ്. ഇതുവരെ കാണാത്ത കാഴ്ചകളും കാണാത്ത കുറേ കാര്യങ്ങളൊക്കെ കണ്ടു. 2 ദിവസം അടിച്ചു പൊളിച്ച് നടന്നിട്ട് പിരിയാൻ പോകുന്ന എല്ലാവരും കുട്ടികളെല്ലാം എൻ്റെ കരച്ചിലാണ്. കച്ചി